ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ഇതായിരുന്നു ബാത്റൂം. ഞാൻ വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് ബാത്റൂമിൻ്റെ അടുത്ത് കൊണ്ടിട്ടിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇറ്റ്സ് ടൈം ടു ഗോ. ഇന്ന് നമുക്ക് റെയ്ക്കവിക്കിലേക്ക് പോകണം. എനിക്കിനി സമയമുണ്ട്, ഒരു രാത്രിയും കൂടെ ഉണ്ട്. പക്ഷേ എത്രയൊക്കെ പോരെ, നീ കൂടുതൽ എന്നെ ഇറങ്ങാൻ ഇവിടെ എനിക്ക് മടുത്ത്, ഒട്ടയ്ക്ക് വണ്ടി ഓടിച്ചോടിച്ച് മടുത്ത്. അപ്പോൾ ഫൺ. ഇവിടെ ബാത്റൂമിൽ തുണി ഇല്ലാതെ നിന്ന് കുളിക്കേണ്ടി വന്നില്ല, കാരണം ഇവിടെ പ്രൈവറ്റ് ഷവർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ എളുപ്പം ബാത്റൂമിൽ കുളിക്കാൻ കയറിയാലും തുണി ഇല്ലാതെ നിന്ന് കുളിക്കുന്ന ആൾക്കാരെ കണ്ടോണ്ട് ഒന്ന് കുളിക്കേണ്ടി വരും. അതൊരു പ്രശ്നം എന്ന് പറയുന്നത്. സോ വണ്ടി ക്ലീൻ ചെയ്യാനായിട്ട് എന്നാ ചെയ്യേണ്ടത് ഞാനിപ്പോൾ നോക്കുക. വെറ്റ് വൈപ്പ് വെച്ച് തുടച്ചാലും പോകില്ല, ചില്ലയിലെ സംഭവം. ഇവിടെ ഇന്ന് ഇച്ചിരി ക്ലൗഡിയാണ്. ഈ കാണുന്ന കുളമൊക്കെ കണ്ടില്ലേ, ഇതിനകത്തൊക്കെ മറ്റേ പെഡൽ ബോട്ട് പോലത്തെ സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കാം. രാവിലെ ആകുമ്പോഴത്തേക്കിനും പലരും എണീറ്റ് വരുന്ന ഇങ്ങനെ പോകാൻ റെഡി ആവുന്നതേ ഉള്ളൂ. ഇന്ന് കുറച്ച് ക്ലൗഡിയാണ്. ചില ആൾക്കാർ ആ മലയുടെ മണ്ടയ്ക്കോട്ട് വലിഞ്ഞ് കയറി പോയിട്ടുണ്ട്. അവിടെയൊക്കെ നിറച്ച് വണ്ടികളാണ് എല്ലായിടത്തും. വലിയൊരു ക്യാമ്പ് സൈറ്റ് ആയിരുന്നു. ഈ ഒരു ട്രിപ്പിൽ ഞാൻ താമസിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ക്യാമ്പ് സൈറ്റ് ആയിരുന്നു നമ്മളിപ്പോൾ ഈ കണ്ട അക്യുറേറിയിലെ ഈ ഒരു ക്യാമ്പ് സൈറ്റ്. ഇറ്റ് വാസ് നൈസ്. ഈ കാണുന്നതാണ് ഞാൻ ഇന്നലെ താമസിച്ച ക്യാമ്പ് സൈറ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗോൾഫ് കോഴ്സ് പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇതാണ് ക്യാമ്പ് സൈറ്റ് എന്ന് പറയുന്നത്. ഇത് ഈ വിദേശ രാജ്യങ്ങളിലെല്ലാം ഉള്ളൊരു കൺസെപ്റ്റാണ്. ഇത്തരത്തിൽ മോട്ടോർ ഹോമുകളും ക്യാമ്പർ വാനുകളും അതേപോലെ തന്നെ ക്യാരവനുകളുമൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ടാവും. എന്നിട്ട് നിങ്ങൾ വെറുതെ കാറും കൊണ്ട് ട്രാവൽ ചെയ്യുവാണ്, നിങ്ങൾക്ക് ടെൻ്റ് അടിച്ച് കിടക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങാം. പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും പുറത്ത് വൈൽഡ് ക്യാമ്പിംഗ് ഇല്ലീഗലായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ക്യാമ്പ് സൈറ്റുകളിൽ മാത്രമേ നമുക്ക് അത്തരത്തിൽ വന്ന് താമസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ താമസിക്കുന്നതിന് പെർ ഹെഡ് നിരക്കിൽ അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ നിരക്കിൽ ഒക്കെ അവർ ചാർജസ് ഈടാക്കും. അത് ചെറിയ പൈസയായിരിക്കും ഈടാക്കുക. എനിക്കിപ്പോൾ ഇവിടെ എൻ്റെ വണ്ടിക്ക് ഇവർ ഈടാക്കിയത് 3000 ക്രോണയാണ്. 3000 ക്രോണ എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം ഒരു 1500-2000 രൂപ ആ റേഞ്ചിലാണ്. ആ 2000 രൂപയ്ക്ക് എനിക്ക് ഇവിടെ ഉള്ള എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ ആ ആക്ടിവിറ്റീസൊക്കെ എനിക്ക് ഉപയോഗിക്കാം. എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടോ അതൊക്കെ എനിക്ക് ഉപയോഗിക്കാം. എനിക്ക് വാഷ്റൂം ഉപയോഗിക്കാം, ടോയ്ലറ്റ് ഉപയോഗിക്കാം, എൻ്റെ വണ്ടി ക്ലീൻ ചെയ്യാം. ക്യാമ്പർ വാനുകളിലാണെങ്കിൽ വണ്ടി ടോയ്ലറ്റ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാം, വെള്ളം നിറയ്ക്കാം, വെള്ളം കളയാം. അങ്ങനെ പല പരിപാടികൾ എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് അവർ അത്രയും പൈസ ഈടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എത്ര വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത് നിങ്ങൾ കണ്ടോ? എന്തോരം വലിയൊരു ഏരിയ ആണെന്ന് നോക്കിയേ. ദിസ് റിയലി നൈസ്, നോ? എന്താ അല്ലേ? ഇതുപോലെയുള്ള കൺസെപ്റ്റുകൾ വന്നാൽ മാത്രമേ ഈ ക്യാരവാൻ ടൂറിസം, ക്യാമ്പർ വാൻ ടൂറിസം ഒക്കെ ശരിക്കും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ കുറേ ക്യാരവാൻസ് ഇറക്കിയ കൊണ്ട് മാത്രം നമുക്ക് കാര്യമില്ല. ഇത് തന്നെ പകുതിയോളം വണ്ടികൾ രാവിലെ എണീറ്റ് പോയിട്ടാണ് ഇതിപ്പോൾ ഇത്രയും കാണുന്നത്. ഇതിലും കൂടുതൽ വണ്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊരു ഭയങ്കര സ്ഥലമല്ലേ. എൻ്റെ ക്യാമ്പ് സൈറ്റിൽ ഇവിടെ ഒരു കിച്ചൺ ആൻഡ് ഡൈനിങ് ഏരിയ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓവൻ യൂസ് ചെയ്യാം, പിന്നെ ചൂടുവെള്ളം ഉണ്ടാക്കാം, മൈക്രോവേവ് ഉണ്ട്. ഇത് കിച്ചൺ ഉപയോഗിക്കണമെങ്കിൽ കിച്ചൺ ഉപയോഗിക്കാം, പാചകം ചെയ്യണമെങ്കിൽ പാചകം ചെയ്യാം. ഫ്രിഡ്ജ് ഉണ്ടാവും, ഫ്രിഡ്ജിനകത്ത് ആൾക്കാർ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പല സംഭവങ്ങളുണ്ടാവും. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്നത് ഇവിടെ. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുക്ക് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു നൂഡിൽസ് ഉണ്ട്, ഇത് കൊള്ളായിരുന്നു, ഇത് മാത്രം കഴിക്കാം. അപ്പോൾ ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് പോകുന്ന വഴിക്ക് അവിടെ നിന്നൊരു കാപ്പിയും കൂടെ വാങ്ങിക്കണം. ബോണസ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇവിടെ. അതിലവിടെ പോയിട്ട് കാപ്പി കിട്ടുമായിരിക്കും, ഒരു കാപ്പി വാങ്ങിക്കാം. രാവിലെ 10 മണിക്കേ തുറക്കുള്ളൂ. ഇപ്പോൾ 9:57 ആയതേ ഉള്ളൂ. 3 മിനിറ്റ് കൂടെ കഴിഞ്ഞാലേ ഡോറ് തുറക്കുള്ളൂ. അത് ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് കാപ്പി കിട്ടിയില്ല. ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചു. എന്ത് സംഭവം എനിക്കറിയത്തില്ല. തൈരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കണം. തൈര് പോലെ ഉണ്ടായിരുന്നു. ഡയറി പ്രോഡക്റ്റാണ്. തൈരാണ്. ഫ്ലേവേർഡ് യോഗട്ട്. യമ്മി. ഇത് ടേസ്റ്റാ. ഐസ്ക്രീം കഴിക്കുന്ന പോലെ ഉണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അക്കുറേറി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് റെയ്ക്കവിക്കിനെ ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടങ്ങി. റെയ്ക്കവിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത എയർപോർട്ടിനടുത്തുനിന്നാണ്, കെഫ്ലാവിക്കിൽ നിന്നാണ്. റെയ്ക്കവിക്ക് അവരുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. നമ്മളിതുവരെ സിറ്റി ഒന്നും പോയിട്ടില്ല, നമ്മൾ സിറ്റി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമ്മൾ വേറെ ഗ്രാമങ്ങളും വില്ലേജ് ലൈഫും റൂറൽ ലൈഫും മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്നൊരു 4-5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് റെയ്ക്കവിക്കിലേക്ക്. പോകുന്ന വഴിക്ക് അടക്കം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നെനിക്ക് അറിയത്തില്ല. പറഞ്ഞ പോലെ വിജനമായ ഗ്രാസ് ലാൻഡും കുന്നും മലയും പിന്നെ ഏറ്റവും മലയുടെ മേളിൽ കിടക്കുന്ന കുറച്ച് ഐസും, അത്രയൊക്കെ ഉള്ളൂ. വേറൊന്നും കാണാനില്ല. എല്ലായിടത്തും മറ്റേ പുല്ല്
വെട്ടി സ്റ്റോക്ക് ചെയ്ത് റോൾ ചെയ്ത് ആക്കി വെച്ചിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം, ഇല്ലെങ്കിൽ സ്ട്രൈറ്റ് ടു റേക്കവിക്. ഞാനൊരു വലിയ ഒരു പാസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായിട്ട് ഇങ്ങനെ വലിയൊരു പാസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. മൗണ്ടൻ റോഡാണ്, കുറച്ച് ക്ലൗഡി ആണെന്ന് മാത്രമല്ല, പാസ് കയറുമ്പോഴത്തേക്കിനും സ്വാഭാവികമായിട്ടും ക്ലൗഡി ആവുമല്ലോ. ഭയങ്കര രസമുള്ള മൗണ്ടൻസ് ആണ് അപ്പുറത്തും ഇപ്പുറത്തും കാണാൻ സാധിക്കുന്നത്. അങ്ങ് ദൂരെ എനിക്ക് തോന്നുന്നു ഫോഗാണോ അതോ കോട വീഴുന്നതാണോ എന്താ സംഭവം എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ മലകൾക്ക് ഇടയിലൂടെ ഇങ്ങനെ ഇത്തരത്തിൽ അടിപൊളി റോഡ് പണിത് വെച്ചിരിക്കുകയാണിത്. നമ്മളിപ്പോൾ പോകുന്നതൊക്കെ ഇവരുടെ ഈ റോഡ് നാഷണൽ ഹൈവേ നമ്പർ 1 എന്ന് പറയുന്ന ആ ഒരു റോഡ് തന്നെയാണ്. ആ റോഡിലൂടെയാണ് നമ്മളിപ്പം പോകുന്നത്. നമ്മളിപ്പോഴെന്നല്ല, നമ്മൾ ഫുള്ളി ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന അതുവഴിയാണ്. ഭയങ്കര അതിശക്തമായിട്ടുള്ള കാറ്റാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കാറ്റില്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു സീനില്ലായിരുന്നു. വണ്ടി പോലും ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ ആടുകയാണ്, അതുപോലെ കാറ്റ് കണ്ടോ. ഞാൻ പറഞ്ഞ ഭയങ്കര കാറ്റാണെന്ന്. നമ്മളങ്ങനെ മലയുടെ മേളിൽ കയറി പാസ് കംപ്ലീറ്റ് കയറിയിട്ട് ഇപ്പം തിരിച്ച് താഴെ കറങ്ങാൻ പോവാണ്. മേളിൽ കയറി വന്നപ്പോഴത്തേക്കിനും ഇവിടെയൊക്കെ കുറച്ച് സ്നോ വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇന്നൊന്നുമില്ല ഗൈസ്, ഞാൻ മടുത്ത് വെറുത്ത് ഞാൻ ഇവിടെ ഒരു പെട്രോൾ സ്റ്റേഷൻ്റെ അവിടെ നിർത്തി. നിങ്ങൾ ഐസ്ലാൻഡ് ട്രിപ്പ് വരികയാണെങ്കിൽ, മറ്റേ റൗണ്ട് ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ, റിംഗ് റോഡ് ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ ട്രാവൽ ചെയ്യണം. റേക്കവിക്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ട്രാവൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറേ കാഴ്ചകൾ കാണാനുള്ളത്. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ചുറ്റി കറങ്ങി തിരിച്ച് റേക്കവിക്ക് പോകുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്യാനായിട്ട്. സമ്മർ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇപ്പം ഞാൻ ചെയ്ത പോലെ ഒരു 5 ഫുൾ ഡേ ഒക്കെ മതിയാവും. 5 ഫുൾ ഡേ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായി കവർ ചെയ്യാൻ പറ്റും. കാരണം രാവിലെ തൊട്ട് രാത്രി വരെ എവിടെ വേണേൽ പോകാമല്ലോ. എല്ലാ ഡെസ്റ്റിനേഷൻസും ഓപ്പൺ അല്ലേ, കാരണം ഡേ ലൈറ്റിലെല്ലാം ഓപ്പൺ ആണല്ലോ. പിന്നെ ചില ദിവസങ്ങൾ ഇങ്ങനെ ക്ലൗഡി ആയിരിക്കും. അങ്ങനെയുള്ള ദിവസങ്ങൾ മാത്രം ഒരു ദിവസം 1-2 ദിവസം സ്പെയർ ഇട്ടാൽ മതി നോക്കിയിട്ട്. സോ ഇഫ് യു ആർ കമ്മിങ്, സമ്മർ ഇസ് ദ ബെസ്റ്റ് പ്ലേസ്. പിന്നെ വിൻ്ററിൽ വന്നു കഴിഞ്ഞാൽ നോർത്തേൺ ലൈറ്റ്സ് എവറി ടൈം യു ക്യാൻ സീ എന്നാണ് കേട്ടിട്ടുള്ളത്. അതിന് എപ്പോഴേലും വിൻ്ററിൽ വന്ന് കാണണം. ഞാൻ ഇതുവരെ നോർത്തേൺ ലൈറ്റ് കണ്ടിട്ടില്ല. ഞാൻ ഏതോ ഒരു സ്ഥലത്തെത്തി. എൻ്റെ വണ്ടിക്ക് ഡീസൽ അടിക്കണം. ഡീസൽ നിറഞ്ഞു, ഡീസൽ തീർന്നു ഗൈസ്. അപ്പോൾ ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡീസൽ അടിക്കാനായിട്ട് ആദ്യം ഇവിടെ പ്ലീസ് ഇൻസേർട്ട് യുവർ കാർഡ്. ആദ്യമേ കാർഡ് ഇൻസേർട്ട് ചെയ്യണം. കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ട് കാർഡ് അവർ വാലിഡേറ്റ് ചെയ്യും. എന്നാലേ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ ഇത് അടിച്ചു തരാനൊന്നും ആരുമില്ല, മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ തന്നെ അടിക്കണം. ഇത് എത്ര രൂപയ്ക്കാണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണെന്ന് നമ്മൾ വേണം തീരുമാനിക്കാൻ. നമ്മൾ തന്നെ ഇത് എടുത്ത് വെച്ച് അടിക്കണം. ഞാനിപ്പോൾ 6000 ക്രോണൊക്കെയാണ് അടിക്കുന്നത്. 6000 ക്രോണ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4000 രൂപ വരും. സെറ്റ് 1 ലിറ്ററിന് 300 രൂപയാണ് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത്. ഏകദേശം 3 യൂറോ. 4 രൂപയ്ക്ക് എന്ത് റേറ്റ് ആണെന്ന്. പക്ഷേ എനിക്ക് ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല മൈലേജ് ഉള്ളതുകൊണ്ടേ അധികം അടിക്കേണ്ടി വന്നിട്ടില്ല, മനസ്സിലായില്ലേ? വണ്ടിക്ക് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടായിരുന്നു. ഞാൻ ആകെ ഇതുവരെ ഒരു 16000 രൂപയ്ക്ക് അടിച്ചിട്ടുള്ളൂ മൊത്തം. നമ്മൾ INR. അങ്ങനെ വീണ്ടും പറപ്പിക്കൽസ് തുടങ്ങിയിരിക്കുകയാണ്. വീണ്ടും വിജനത. എവിടെ നോക്കിയാലും വിജനത. എനിക്കൊന്ന് മറ്റേ വിജനതയിൽ ഒരു അങ്ങനെ പാടില്ലേ, വിജനതയിൽ ആ പാട്ടൊക്കെ ഇവിടെ വന്നിട്ട് എഴുതിയാണെന്ന് തോന്നുന്നു. ഇതുപോലെ വിജനത വേറെ എവിടെയില്ല. ഇത്രയും വിജനത ഞാൻ വേറെ എവിടെ കണ്ടുമില്ല. കസാഖിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും പോലും ഇത്രയും വിജനത ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. ഇത് അതിനപ്പുറത്തെ വിജനതയാണ്. അങ്ങനെ എനിക്ക് ഐസ്ലാൻഡിൽ വന്നിട്ട് മഴ ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയൊരു പൊടി മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് എൻ്റെ വണ്ടി കഴിയാനായിട്ട്. അല്ലാണ്ട് വേറൊരു കുന്തവും ഇല്ല. റൈറ്റ് സൈഡിൽ വീണ്ടും ഒരു ലേക്ക് എന്തോ സംഭവം ഇങ്ങനെ ഉണ്ട്. ഭയങ്കര ബോറിങ് യാത്രയാണെന്ന്. എങ്ങനെയും എനിക്കൊന്ന് തീർത്ത് അവിടെ ക്യാപിറ്റൽ സിറ്റിയിൽ എത്തിയാൽ മതി എന്ന് ആലോചിച്ചിരിക്കുക. തണുക്കുന്നുണ്ട്. ഞാനേ വെറുതെ ഫുൾ മൊട്ടക്കുന്ന് പോലത്തെ സ്ഥലം എവിടെ, മൊട്ടക്കുന്ന് പോലത്തെ സ്ഥലം, ജാക്കറ്റൊക്കെ അവിടെ, ജാക്കറ്റ് വെറുതെ ഒന്ന് ഇറങ്ങിയതാ. എന്ത് തണുപ്പാന്ന്. ഇതേ സൈക്കിളിൽ പോകുന്നു 2 പേര്. ഉമ്മാർക്കൊന്നും ഒരു പണിയില്ലേ, ഇതല്ലാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഇതേ പോകുന്നു ഈ തണുപ്പത്ത് സൈക്കിളിൽ. എൻ്റെ പൊന്നെ, ഈ ചീറിപ്പാഞ്ഞു പോകുന്ന വണ്ടിക്കിടയിൽ ഇവരെ സമ്മതിക്കണം. 2 പേരുണ്ട്. ഒരാൾ താഴെ നിന്ന് വരുന്നതേ ഉള്ളൂ. എൻ്റെ പൊന്നെ. ഹായ്, where are you from? Canada. You're from Canada? Yeah.
Oh my God. And you? I'm from India. India. Nice to meet you. Nice to meet you. So you're doing the round trip? Yeah. And you're finishing today or tomorrow? What? Are you finishing, right? Yes, but not today. No, we're not going to the cannon today. Okay. I did it in the car and I'm finishing today. Okay, yeah. Yeah, we're How many days it took to reach here? 1 month. 1 month. I should appreciate you guys. Oh my God. That's really a great thing. Yeah. Yeah, I'm doing it with my dad. Your dad? Yes, my dad is right. Oh my God. That's crazy. Yeah, it's really nice. So where are you going to camp today? Probably in the wild. Yeah. Enjoy. Thank you. You too. Yeah, bye. Oh my God. This is living the life, man. പുള്ളിക്കാരിയുടെ അച്ഛനും കൂടിയാണ് ഇവരെ. ഇതുപോലത്തെ ഒരു സാധനം എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്ത് ഏത് സ്ഥലത്ത് പോയാലും ഇൻ്റർനെറ്റ് ഉണ്ട്. ഇത് അതിൻ്റെ ആണെന്ന് തോന്നുന്നു. അതായത് ഈ നെറ്റ്വർക്ക് ഇത് കൊടുക്കുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു. ആ പുള്ളിക്കാരിയുടെ അച്ഛനും കൂടെ ഇതേ അവർ പോകുന്നു. സമ്മതിയാണ്. എനിക്കിവിടെ തണുപ്പത്ത് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റുന്നില്ലേ. എന്നിട്ട് വണ്ടിക്കകത്ത് എനിക്ക് വരുന്നു. അന്നേരം ഈ തണുപ്പത്ത് അവർ കാനഡ കയറല്ലേ. എന്നേരം ഈ തണുപ്പത്ത് ഈ വണ്ടി സൈക്കിളും വെച്ചിട്ട് വൈൽഡ് ക്യാമ്പിങ് എന്ന് സമ്മതിക്കണം. എന്താ ഒരു മാസമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഐസ്ലാൻഡ് വന്നിട്ട്. അതിശക്തമായിട്ടുള്ള കാറ്റത്താണ് ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിരെ ഒരു വണ്ടി വരുമ്പോഴത്തേക്കിന് എൻ്റെ കയ്യിൽ ഇത് പാളി പോകുന്ന രീതിയിലാണ് സത്യം പറഞ്ഞ കാറ്റ്. ഞാനിപ്പം ഇത് തുറന്നു കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് കാണാം ആ ശബ്ദം കണ്ട. എൻ്റെ അമ്മേ, അയ്യോ, ഒരു കൈ കൊണ്ട് ഓടിക്കാൻ ഇച്ചിരി പാടാ, ഒരു കൈ കൊണ്ട് ബുദ്ധിമുട്ടാ. കാറ്റൊന്നിപ്പോൾ ഇച്ചിരി കുറഞ്ഞു, പക്ഷേ മഴ ഭയങ്കരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും മഴ ആദ്യമായിട്ടാണ് ഞാനിവിടെ ഐസ്ലാൻഡിൽ വന്നിട്ട് കാണുന്നത്. ഇപ്പോൾ ഫുള്ള് മൂടി, എനിക്ക് വണ്ടി പോലും നിർത്തി ഒന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലേക്കായി മാറി. ഞാനിവിടെ ഐസ്ലാൻഡിൽ ചിറാപ്പുഞ്ചി മഴയത്താക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇലാവഞ്ചി തുഴഞ്ഞെത്തി ചിറാപ്പുഞ്ചി മഴയത്ത്. രാവിലെ 9 മണിക്ക് ഇറങ്ങിയാണ് ഞാൻ ഇന്ന്. സമയം ഇപ്പം വൈകിട്ട് 4 മണിയായി. ഇന്ന് സമയം പോകുന്നത് എനിക്കറിയത്തില്ല, ഭയങ്കര ഫാസ്റ്റായിട്ട് സമയം പോയി. അങ്ങനെ ഒരു 10-200 കിലോമീറ്റർ വണ്ടി വിജനതയിലൂടെ വണ്ടി ഓടിച്ച് ഞാനിപ്പോൾ കുറച്ച് ആളും പേരും ഉള്ള ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ആളും പേരെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുറച്ച് എന്തോ ഒരു ഗ്രാമം, അത്രേ ഉള്ളൂ. ഒരു 500 മീറ്റർ ഉണ്ടാവും ആ ഗ്രാമം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞു ഇനിയുണ്ട് ഒരു 80 കിലോമീറ്റർ റേക്കവിക്കിലേക്ക്. ഞാൻ അങ്ങനെ പോകുമ്പോഴത്തേക്കിന് ഒരു ക്യാരവനൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം കണ്ടു. ഇവിടെ നോക്കിയപ്പോൾ ഇത് ഫ്രീ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ പോർട്ടബിൾ ടോയ്ലറ്റ്സിലെ വേസ്റ്റ് എംപ്റ്റി ചെയ്യുന്നതിന് വേണ്ടിയുള്ള എന്തൊരു സ്ഥലമാണ്. ഭയങ്കര കാറ്റാണെന്ന്, കാറ്റും അതേപോലെ തന്നെ വെതറൊന്നും ഒരു സുഖമില്ല. ഇവിടെ വേസ്റ്റ് കളയാനും മറ്റുമൊക്കെയുള്ള ഒരു സ്ഥലമുണ്ട്. പക്ഷേ ടോയ്ലറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. പോയി നോക്കട്ടെ. നല്ല രസമുള്ള സ്ഥലം. ഇത് ഫ്രീ ആണോ? ഇതെന്താ സംഭവം മനസ്സിലാകുന്നില്ല. ഇത് കണ്ടില്ലേ, ഇത് ക്യാമ്പ് സൈറ്റ് ആണ്. പക്ഷേ why the campsite is like this? Why the campsite is like this? Is this toilet? This is toilet. Wow, അടിപൊളി. ആദ്യമായിട്ടാണ് ഞാനൊരു ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലം കാണുന്നത്. ഫ്രീ തന്നെയാണോ അതോ ഇനി പെയ്ഡ് ആണോ? എന്താ സംഭവം പാത്രം കഴുകുന്നതിനും പല്ല് തേക്കുന്നതിനും വേണ്ടിയൊക്കെയുള്ള സ്ഥലം. നല്ലൊരു ഇതുപോലത്തെ ഒരു ഏരിയ ആണ്. കിടിലൻ സ്ഥലമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഇപ്പോൾ വെതർ ബാഡ് ആയതുകൊണ്ട് എനിക്ക് ഡ്രോൺ പറത്താനൊന്നും പറ്റുമൊന്നുമില്ല, ഒന്നും കാണിക്കാൻ പറ്റത്തില്ല, കാണുന്നുമില്ല ഇവിടേക്കൊന്നും. എൻ്റെ വണ്ടി ഗ്ലാസ്സൊക്കെ ക്ലീനായി മഴയായതുകൊണ്ട്. ഏതോ ഒരു വലിയ ലേക്കോ കടലിൻ്റെ സൈഡോ അങ്ങനെ എന്തോ ആണ്. ലേക്കൊന്നും അല്ല, കടലിൻ്റെ സൈഡാണെന്ന് തോന്നുന്നു. അതിൻ്റെ നടുക്കൂടൊക്കെ പാലം പണിത് വെച്ചിരിക്കുക. ഒന്നും മനസ്സിലാവുന്നില്ല. ഫുള്ള് ഇന്ന് ഇത്രയും ദിവസം ഇങ്ങനെ ഒരു ഐസ്ലാൻഡ് നിങ്ങൾ കണ്ടോ? ഇല്ലല്ലോ. ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ വീഡിയോ കാണുമല്ലേ. ഇതുപോലൊരു ഐസ്ലാൻഡ് കണ്ടോ? ഇല്ലല്ലോ. ഇന്ന് ആബ്സല്യൂട്ട്ലി ഡിഫറെൻറ്റ് വെതറാണ്. ഞാനതല്ലേ പറഞ്ഞത്. ഈ ഒരു രാജ്യത്ത് ഒരു ദിവസം തന്നെ യു ക്യാൻ എക്സ്പീരിയൻസ് ഓൾ ദ സീസൺ. മഴ, മഞ്ഞ്, വെയിൽ, ചൂട്, തണുപ്പ്, ഈ എല്ലാ കുന്തവും ഒരൊറ്റ ദിവസം നിങ്ങൾക്ക് കിട്ടും. അതാണ് ഈ ഒരു ഐസ്ലാൻഡിൻ്റെ പ്രത്യേകത. ചെറിയ കുഞ്ഞു രാജ്യമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ഇതുപോലൊക്കെ തന്നെയാണ്. ഇപ്പോൾ നല്ല അടിപൊളി മഴയായി വീണ്ടും. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ്. കാറ്റും മഴയായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. എല്ലാവരും ഇങ്ങനെ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എത്താറായപ്പോഴത്തേക്കിന് ഏതൊരു വലിയൊരു ടണലിലേക്ക് കയറുന്നു.
ഇതെന്തും ഇത് എനിക്കൊന്നും ഇത് കടലിനടിയിൽ കൂടെ എങ്ങാണ്ട് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുന്ന ഒരു ടണലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അടിപൊളി. ടണലൊക്കെ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഉള്ളതൊക്കെ ഗംഭീര സംഭവമാണ്. അങ്ങനെ 6 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ കടലിനടിയിൽ കൂടെ ആ ടണല് കഴിഞ്ഞ് നമ്മൾ റെയ്ക്കവിക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 30 കിലോമീറ്റർ കൂടെ ഉണ്ട് റെയ്ക്കവിക്ക്. അങ്ങനെ മൂടി പറിച്ച് നിൽക്കുന്ന റെയ്ക്കവിക് സിറ്റിയിലേക്ക് ഞാൻ എത്തി. സിറ്റിയുടെ ഔട്ട്സ്കേർട്സിൽ എവിടെ ഒരു ക്യാമ്പ് സൈറ്റ് ഞാൻ കണ്ടുപിടിച്ചു. ഇവിടെ ഒരു ക്രൂസ് ഷിപ്പൊക്കെ കിടപ്പുണ്ട്. എനിക്കത് കൂടുതൽ കാണിക്കാൻ പറ്റത്തില്ല, കാരണം സിറ്റി എത്തി. ഇത്ര നേരം നമ്മൾ വണ്ടി ഓടിച്ച പോലൊന്നുമല്ല. വലിയൊരു ക്രൂസ് ഷിപ്പ് അവിടെ കിടപ്പുണ്ട്, വലുത്, ബിഗ്. അത് മറ്റേ MSC കമ്പനിയുടെ ക്രൂസ് ഷിപ്പാണ്. MSC എന്ന് പറഞ്ഞത് നമ്മളന്ന് വിഴിഞ്ഞത്ത് പറഞ്ഞില്ലേ, MSC ഐറീന, അവരുടെ ആ കമ്പനിയുടെയാണെന്ന് തോന്നുന്നത്. MSC എന്ന് അതിൻ്റെ മേളിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. 54666. ഞാനേ ഇവിടെ ക്യാമ്പ് സൈറ്റിൻ്റെ ഇവിടെ എത്തി. ഇവിടെ ക്യാമ്പ് സൈറ്റ്, ഇതാണ് ക്യാമ്പ് സൈറ്റ്. ഇവിടെ അങ്ങനെ പരിപാടി നോക്കട്ടെ. ഇത് എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ 4000 രൂപ കൊടുക്കേണ്ടി വന്നു ഇവിടെ സ്പേസിന് വേണ്ടി. ഈ കാണുന്ന ടെൻ്റൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ആളുകൾ താമസിക്കാൻ വേണ്ടി എടുക്കുന്ന ടെൻറ്റുകളാണ്. ഇതൊക്കെ ചെറിയ പൈസക്ക് കിട്ടും താമസിക്കാനായിട്ട്. ഹോസ്റ്റൽസും അതുപോലെ ഇങ്ങനത്തെ ടെൻറ്റുകളൊക്കെ കിട്ടും. ഈ ടെൻ്റ് അടിക്കുന്നതിന് പൈസ കൊടുക്കണം, വെറുതെ അല്ല. ഇത് ഇവർ തരും ടെൻറ്റ്. നമുക്കുണ്ടെങ്കിൽ നമുക്ക് വന്ന് ടെൻറ്റ് കിടക്കാം. ഇതൊക്കെ കാശ് കൊടുക്കണം, എല്ലാത്തിനും പൈസയാണ്. ഈ ക്യാമ്പർ വാനിൽ പോലും ആളിൻ്റെ എണ്ണത്തിനാണ് പൈസ. അയ്യോ, അപ്പോൾ കുളിയും തന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ലെറ്റ്സ് ഗോ ഫ്രം ദ ക്യാമ്പ് സൈറ്റ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഐസ്ലാൻഡിലെ ലാസ്റ്റ് ക്യാമ്പ് സൈറ്റ് ആയിരുന്നു. നമ്മൾ ഇനിയിപ്പോൾ വണ്ടി തിരിച്ചു കൊടുക്കത്തില്ല, ഇന്ന് നാളെ കൊടുക്കുകയുള്ളൂ. ഇന്നിപ്പോൾ സിറ്റി ശരിക്കും ആക്ച്വലി ഒരു ദിവസം എക്സ്ട്രാ ആയിപ്പോയി. ശരിക്കും ഇത്രയും വേണ്ടായിരുന്നു. വേണമെങ്കിൽ ഇന്നലെ തന്നെ വണ്ടി തിരിച്ചു കൊടുക്കാമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ എക്സ്ട്രാ റെൻറ്റും കൂടെ നമ്മളിപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഞാനിവിടെ ഒരു മെയിൻ സ്ഥലത്ത് വന്നതാണ്. ഇവിടെ പാർക്കിംഗ് ഇട്ടിട്ടുണ്ട്. പാർക്കിംഗ് ഇടാനായിട്ട് പാർക്ക് IS എന്നും പറഞ്ഞൊരു ആപ്പ് യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് ഇവരിവിടെ വീടുണ്ടാക്കുന്നത്, കണ്ടില്ലേ? ഓരോരോ പീസുകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് കൊണ്ടുവരും. എന്നിട്ട് ഈ വലിയ ക്രെയിന് പോലത്തെ സാധനത്തിൽ ഇത് വീടിൻ്റെ മേളിലേക്ക് കയറ്റും. ഇതിവിടെ ഒരു വീടിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മേളിൽ വലിയ സംഭവങ്ങൾ വെച്ചുകൊണ്ടിരിക്കുക. എല്ലാം പ്രീ ഫാബ്രിക്കേറ്റഡ് വീടുകളല്ലേ. എന്താല്ലേ, വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഒരു 5-6 പേരെ ഉണ്ടാവുള്ളൂ ചിലപ്പം. ഇവിടെ മാൻ പവർ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ മെഷീൻ പവർ ആയിരിക്കും കൂടുതലും. റെയ്ക്കവിക് നഗരത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഹോൾഗ്രിം സ്കിർജ, അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഹോൾഗ്രിം സ്കിർജ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു ഐക്കോണിക് പള്ളി കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് അത്യാവശ്യം പഴയൊരു പള്ളിയാണ്. ഇത് പ്രൊട്ടസ്റ്റന്റ് ചർച്ചാണ്. ഇവരുടെ ചർച്ച് ഓഫ് ഐസ്ലാൻഡിൻ്റെ പ്രൊട്ടസ്റ്റന്റ് പാരിഷ് ചർച്ചാണ്. ഇതിന് 75 മീറ്റർ നീളമുണ്ട്, അതായത് 244 അടി നീളമുണ്ട് ഈ ചർച്ചിന്. ഇത് ഇവിടെ ഐസ്ലാൻഡിലെ ഏറ്റവും വലിയ ബിൽഡിംഗ്, അല്ലെങ്കിൽ ഏറ്റവും ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്ട്രക്ചർ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ചർച്ച് എന്നൊക്കെ പറയാവുന്ന ഒരു സംഭവമാണിത്. ഇത് ഒരു പഴയ ഒരു ഐസ്ലാൻഡിക് പോയറ്റിൻ്റെ പേരിലാണ് ഈ ഒരു ചർച്ച് അറിയപ്പെടുന്നത്. 1986 ഇതിൻ്റെ കോൺസെക്രേഷൻ നടന്നത്. അവരുടെ മുമ്പിൽ എനിക്കൊന്ന് പോയറ്റിൻ്റെയാണെന്ന് തോന്നുന്നു. ആരുടെയാണ് ഒരു പ്രതിമ ഇരിക്കുന്നത് അവിടെ? Lucifer Rickson, son of Iceland, discoverer of Vinland, the United States of America, to the people of Iceland, and on the 1000th anniversary of 1930. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. ഭയങ്കര രസമുള്ള ബിൽഡിങ് അല്ലേ. ഇതിങ്ങനെ ഒരു നമ്മൾ സാധാരണ കാണുന്ന പോലൊരു സംഭവമല്ല. ഇത് ഒരു കോൺക്രീറ്റ് ബിൽഡിങ് പോലത്തെ ഒരു ബിൽഡിങ്ങാണ്. ഭയങ്കര കാറ്റാണല്ലോ. അതിനകത്ത് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. അയ്യാ, അടുത്തേക്ക് വരുമ്പോഴത്തേക്കിനാണ് രസം കാണാനായിട്ട്. ഇതിങ്ങനെ ടെക്സ്ചറായിട്ട് പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പെയിൻ്റല്ല, എന്താ പറയുക, ഇതിൽ കോൺക്രീറ്റിൻ്റെ മുകളിൽ സിമെൻറ്റ് അടിച്ചിട്ട് ഇങ്ങനെ ഇവിടുത്തെ ടെക്സ്ചറാക്കി വെച്ചിരിക്കുക. ഇതല്ലേ, അകത്ത് എന്തോ പരിപാടിയാണ്. അത് മാത്രമല്ല, അകത്ത് വരെ കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. സോ അതിനകത്തോട്ട് കയറുന്നില്ല. എന്തായാലും ഇത് പുറത്തുനിന്ന് കാണാനാണ് ഭംഗി. ഭയങ്കര രസം കേട്ടോ. ഇതുപോലുള്ള ഇതേ ഷേപ്പിലെ പല പള്ളികൾ നമ്മൾ ഐസ്ലാൻഡിൻ്റെ പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടായിരുന്നു. ശ്രദ്ധിച്ചോ, ഈ ഐസ്ലാൻഡ് സീരീസിൽ ഞാനിത് ആദ്യമായിട്ടാണ് ഒരു സിറ്റിയിലേക്ക് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. വന്നിട്ട് ഫുള്ള് നമ്മൾ എന്താ പറയുക, വില്ലേജ് ലൈഫും പരിപാടികളൊക്കെ ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞാനൊരു സിറ്റിയിലേക്ക് വന്ന് കയറുന്നത്. സത്യം പറഞ്ഞാൽ സിറ്റിയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ബോറടിക്കുന്നു. നമ്മളെ വണ്ടി കൊടുത്തിട്ട് ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നല്ലേ. കുറേ ആളുകളൊക്കെ ഗസ് ചെയ്തിരുന്നു, കമൻറ്റ് ചെയ്തിരുന്നു ഞാൻ എങ്ങോട്ടാണ് ഇനി പോകുന്നതെന്നുള്ളത്. കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്താൽ കറക്റ്റാണ്, കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്താൽ റോങ് ആണ്. എന്തായാലും ഇപ്പോഴും ഞാൻ പറയുന്നില്ല, നാളെ പറയുള്ളൂ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. സോ ഐ എം ഗോയിങ് ടു മൈ 79th country tomorrow. And there is a big country, big വലിയ ബിഗ് കൺട്രി. പോരെ, ഇത്രയും പോരെ. സോ yeah, that's it.
ഞാൻ ക്യാമ്പ് സെറ്റിൽ പോയപ്പോൾ അവിടെ കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഉണ്ടാക്കണോ നോക്കട്ടെ. ക്രോണൻ എന്നും പറഞ്ഞൊരു ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു ഹോസ്റ്റലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പിൽ തന്നെയുള്ള ക്യാമ്പ് സൈറ്റിൽ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞില്ലോ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത ഒരു 10% ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് പിൻകോഡൊക്കെ അടിച്ചിട്ട് വേണം നമ്മൾ ഇതിനകത്ത് കയറാനായിട്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വണ്ടികളാണ്, കുറേ വണ്ടികൾ. ഇത് വലിയ ക്യാമ്പ് സൈറ്റാണ്, ഞാൻ ഇന്ന് രാവിലെ കാണിച്ച പോലെ തന്നെ വലിയ ക്യാമ്പ് സൈറ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ എനിക്ക് കുളിക്കുകയും വേണം. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് കുക്ക് ചെയ്ത് ഫുഡുമായിട്ട് നമുക്ക് കഴിക്കാം. ഇവിടെ ടെൻ്റ് അടിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ അല്ലാതെ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഹോട്ടൽസൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഇത്രയും ടെൻ്റൊക്കെ അടിച്ച് ആൾക്കാർ കിടക്കുന്നത്, കണ്ടില്ലേ? ഇത് ഇവർ ടെൻ്റ് അടിച്ച് കൊടുക്കും. ടെൻ്റ് അടിക്കാൻ വേണ്ടി നമുക്ക് സ്പേസും കിട്ടും. അതായത് നിങ്ങൾക്ക് ഒരു ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ക്യാമ്പ് സൈറ്റിൽ നിങ്ങൾക്ക് ടെൻ്റ് അടിച്ച് കിടക്കാം. ശരിക്കും ഇവിടെ ഐസ്ലാൻഡിൽ ഇവിടെ പുറത്ത് ടെൻ്റ് അടിച്ച് കിടക്കുന്നത് ഇല്ലീഗലാണ്. സത്യം പറഞ്ഞാൽ ഇല്ലീഗലാണ്, പക്ഷേ ടെൻ്റ് അടിച്ച് കിടക്കാം. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിന് ഇതാണ് കോമൺ അമ്യൂണിറ്റീസും പരിപാടികളൊക്കെ. ഇവിടെ കിച്ചണുണ്ട്, പിന്നെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, പിന്നെ ഇതൊക്കെ ടോയ്ലറ്റുകളും മറ്റുമൊക്കെയാണ്. ഇതാ ഇതൊക്കെ പാത്രം കഴുകാനുള്ള സ്ഥലം. ഇത് ലേഡീസ് ടോയ്ലറ്റ്, ഇത് ആണുങ്ങളുടെ ടോയ്ലറ്റും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം ഉണ്ട്. പല്ല് തേക്കാനുള്ള സ്ഥലം. അപ്പോൾ ഇവിടെ പിന്നടിക്കണം. പിന്നടിച്ച് കഴിയുമ്പോൾ അതിനകത്ത് കയറാം. ആൾക്കാരൊക്കെ തുണിയൊക്കെ അലക്കി ഉണക്കാനിട്ടിരിക്കുന്നുണ്ടോ? നോക്കി തുണിയൊക്കെ അലക്കി ഉണക്കാനിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ ഷവർ ക്യൂബിക്കിൾസ് ഉണ്ട്. കുളിക്കണമെന്നുണ്ടെങ്കിൽ കുളിക്കാം. ഉണ്ടോ നിങ്ങളുടെ പരിപാടി? ഉണ്ടോ? ഞാൻ കുളിച്ചിട്ട് വരട്ടെ. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഇവിടെ ആൾക്കാർ വരും, എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യും. പാചകം ചെയ്തിട്ട് അവർ തന്നെ ഇത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുപോകും. സ്വന്തം പാത്രം കൊണ്ടുവരിക, പാചകം ചെയ്യുക, എന്നിട്ട് ക്ലീൻ ചെയ്യുക, പോവുക. ഇത് ഞാൻ നേരത്തെ വാങ്ങിച്ചുകൊണ്ട് വന്ന ചിക്കൻ. ഇത് ഈ ഹാഫ് കുക്ക്ഡ് ചിക്കൻ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ഓവൻ ഇല്ല, ഇവിടെ ഓവൻ ഉണ്ടായിരുന്ന ഓവനിൽ വെച്ച് ചൂടാക്കിയാൽ മതിയായിരുന്നു. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് സെറ്റായി. ഞാൻ എൻ്റെ ചിക്കൻ ഉണ്ടാക്കി എല്ലാം ക്ലീൻ ആക്കിയിട്ടു. ഇവിടെ വേറെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്, വേസ്റ്റ് ഇടാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഇത് കണ്ടോ, ഇത് ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലമാണിത്. കണ്ടില്ലേ? കഴിക്കാം, ഭക്ഷണം കഴിക്കാം, പിന്നെ സോഷ്യലൈസ് ചെയ്യാം, ഗ്രൂപ്പായിട്ടിരിക്കാം, എന്ത് വേണം ചെയ്യാം. അതാണ് പരിപാടി. സിമ്പിൾ കൺസെപ്റ്റ് അല്ലേ? ഇതൊരു സിമ്പിൾ കൺസെപ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കി ഞാനിപ്പോൾ ഇതിന് ഇവിടെ വന്നിരുന്നു. കാരണം അവിടെ ഭയങ്കര തിരക്ക്, അവിടെ സ്ഥലമില്ല. ഇതെന്താ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പം കുക്ക് ചെയ്യും അല്ലേ? പലരും ബഡ്ജറ്റായിട്ട് യാത്ര ചെയ്യുമ്പം ബസ്സൊക്കെ നിർത്തി ഓരോ സ്ഥലത്ത് നിർത്തി കുക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഇത് അങ്ങനെയൊക്കെ തന്നെ. ഇത് അതിനുവേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ്. ആ സ്പേസിൽ നിങ്ങൾക്ക് വന്ന് കുക്ക് ചെയ്യാം, അവിടെ താമസിക്കാം. തോന്നിയെടുത്ത് പറ്റില്ല, വെറുതെ ഒരിടത്തും പറ്റില്ല. എല്ലാം ചെയ്യേണ്ടടുത്ത് ചെയ്യാം. അതിന് ചെറിയൊരു ഫീസ് കൊടുത്ത് ചെയ്യാം. അത് ചെയ്തിട്ട് അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ട് വൃത്തിയാക്കി പോവാം. അല്ലാതെ വെറുതെ വൈൽഡ് ക്യാമ്പിംഗ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ എവിടെയും പോയിട്ട് കുക്ക് ചെയ്യാനോ കിടന്നുറങ്ങാനോ പറ്റില്ല. എല്ലാം ഒന്ന് ഓർഗനൈസ്ഡ് ആക്കി കൊണ്ടുവന്നിരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. ആണ് സംഭവം. സിമ്പിളല്ലേ? ഇപ്പോൾ എനിക്ക് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാൻ പറ്റാഞ്ഞിട്ടാണോ? അല്ലല്ലോ. ഇതൊക്കെ എക്സ്പീരിയൻസ്. അതിന് വേണ്ടി ഈ ക്യാമ്പ് സൈറ്റിനകത്ത് ഒരു ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ കടയുണ്ട്. ആരെങ്കിലും ഉണ്ടോ അവിടെ? നോക്കി 2-3 പേരുണ്ട്. മറ്റിടത്ത് എത്ര പേരുണ്ടായിരുന്നു നിങ്ങൾ കണ്ടല്ലേ? സമയം രാത്രി 11 മണിയായിട്ടോ. ഇപ്പോൾ 11 മണി. ഇപ്പോൾ ഇവിടെ ടെൻറ്റുകളുടെ എണ്ണം കൂടി കണ്ട. ഈ സൈക്കിളിൽ പോകുന്ന ആൾക്കാർ, നടന്നു പോകുന്ന ആൾക്കാർ, എങ്ങനെയൊക്കെ എവിടെയൊക്കെ പോകുന്ന ആൾക്കാർ, ഇവരൊക്കെ ഇവിടെ വന്ന് ടെൻ്റ് അടിക്കും. അതാണ് ഇവിടുത്തെ പരിപാടി. വണ്ടികളുടെ എണ്ണം കൂടി, ടെൻറ്റുകളുടെ എണ്ണം കൂടി. ആളുകളൊക്കെ ഇപ്പോഴും ബാത്റൂമിൽ പോയിരിക്കുന്നു, പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരിക്കുന്നു. ഞാൻ പല്ല് കേൾക്കാൻ വേണ്ടി പോയതാണ്. ഈ ഫെസിലിറ്റീസൊക്കെ 24 hours ഓപ്പൺ ആണ്. ബാത്റൂമും സംഭവങ്ങളെല്ലാം നീറ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എല്ലാം നല്ല അടിപൊളി സെറ്റപ്പാണ്. മോറോവർ ഇതൊക്കെ സിറ്റി സെൻറ്ററിൽ തന്നെയാണ്. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് ഇത് ഇപ്പോഴും അവിടെ രാത്രിയിലൊക്കെ ആൾക്കാർ ഇരിക്കുകയാണ്. കണ്ടില്ലേ? നോക്കി സംസാരിച്ചിരിക്കുന്നു, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. പല ആൾക്കാർ ഇപ്പോഴാണ് വരുന്നത്. കണ്ടില്ലേ? റേഞ്ച് മറ്റേ ഡിഫൻഡറൊക്കെ ആയിട്ടാണ് വരുന്നത്. ഡിഫൻഡർ അങ്ങനെ പല പല വണ്ടികളിൽ ഇപ്പോഴാണ് പല ആൾക്കാരും വരുന്നത്. rent.is. ഇത് PK ക്യാമ്പേഴ്സ്. ഇതെന്താണ് കോസി ക്യാമ്പേഴ്സ്. ഇത് നമ്മുടെ കോൺവിൻ. പിന്നെ എനിക്ക് തോന്നുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ക്യാമ്പർ വാൻ റെൻറ്റിന് കൊടുക്കുന്ന സ്ഥാപനങ്ങളുള്ളത് ഐസ്ലാൻഡിലായിരിക്കും. ഇന്ന് ഇച്ചിരി തണുപ്പ് കൂടുതലാണ് കേട്ടോ. ഇന്ന് സ്ലീപ്പിംഗ് ബാഗിനകത്ത് ഞാൻ കയറി കിടന്നിട്ടും തണുപ്പുണ്ട്.
എനിക്ക് തോന്നുന്നു ഇവിടെ റൈക്കവിക് ഈ ഭാഗത്ത് തണുപ്പിച്ചിട്ട് കൂടുതലാണ്. ഇന്നലെ ഒന്നും അത്ര ഇന്നലെ ഞാൻ സ്ലീപ്പിംഗ് ബാഗ് മൊത്തം ഇട്ടിട്ട് പോലും ഇല്ലായിരുന്നു, അത്ര തണുപ്പില്ലായിരുന്നു. പക്ഷെ ഇന്ന് നല്ല തണുപ്പാണ്. സോ നമ്മളെ വണ്ടിക്കകത്ത് നൈസ്. നോ, ഗുഡ് നൈറ്റ്, സീ യു ഗൈസ് ടുമോറോ. ഗുഡ് മോർണിംഗ് ഗായ്സ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ എണീറ്റ്. ഇന്നലെ രാത്രി മൊത്തം മഴയായിരുന്നു, ഇന്നും രാവിലെ മഴയാണെന്ന് തോന്നുന്നു. ഇന്നലെയും ക്ലൗഡി ആയിരുന്നു, മഴയായിരുന്നു. ഇന്നും അതിനപ്പുറമാണെന്ന് തോന്നുന്നു. ടെൻ്റ് അടിച്ച പകുതി ആൾക്കാർ ഇറങ്ങിപ്പോയിന്ന് തോന്നുന്നു, കാണുന്നില്ല. വണ്ടികളൊക്കെ പകുതി പോയി തുടങ്ങി. ഞാനിന്ന് ലേറ്റായിട്ട് എണീറ്റേ, 9 മണിയായപ്പോഴേ എണീറ്റേ. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ലല്ലോ. ഇന്നിപ്പോൾ എന്താ ചെയ്യുക, ഇന്ന് എനിക്ക് മനോഹരൻ്റെ വീട്ടിൽ പോയിട്ട് തുണിയൊക്കെ അലക്കാനുണ്ട്. എൻ്റെ തുണിയൊക്കെ കുറേ അലക്കാനുണ്ട്. സോ അതൊക്കെ അലക്കണം. പോയി കുളിച്ച് ഫ്രഷ് ആവട്ടെ. ഞാൻ രാവിലെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു നൂഡിൽ വാങ്ങിച്ചായിരുന്നു, നൂഡിൽ വിത്ത് ചിക്കൻ. അതാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് അറിയത്തില്ല എങ്ങനെയാവുമെന്ന്, നോക്കട്ടെ. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ഇന്നലെ മാരിനേറ്റഡ് ചിക്കൻ, നല്ല ടേസ്റ്റ് ഉണ്ട്. നൂഡിൽസ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു. രാവിലെ എണീറ്റ് ഞാൻ തന്നെ കുക്ക് ചെയ്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയ നൂഡിൽസും ചിക്കനും അടിപൊളി ടേസ്റ്റ് ചെയ്ത്. കടയിൽ നിന്ന് വാങ്ങിച്ചാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയാൽ പോരാ അല്ലേ, വേറെ ഒന്നും ചെയ്യാറില്ല. ഇപ്പോൾ കണ്ടില്ലേ, രാവിലെ 11 മണി ആയപ്പോഴത്തേക്കിനും ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും പോയി. ഇന്നിവിടെ സ്റ്റേ ബാക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഇനിയിപ്പോൾ ഉണ്ടാവുള്ളൂ. 11 മണിക്ക് ഇറങ്ങിപ്പോകണം. ഞാനും ഇറങ്ങിപ്പോൾ റെഡിയായി. കഴിച്ച് കഴിഞ്ഞ് പാത്രമെല്ലാം കഴുകി കീപ്പ് ഇറ്റ് ബാക്ക് ആൻഡ് വിൽ ഗോ. ഹലോ ഗൈസ്, എൻ്റെ മാല എങ്ങനെയുണ്ട് പുതിയത്? നല്ലതാണോ? സൂപ്പറാണോ? H&M നിന്ന് വാങ്ങിച്ചതാണ്. ചുമ്മാ വെറുതെ കുറേ നാളായിട്ട് ആലോചിച്ചിരിക്കുകയാണ് ഒരു മാല വാങ്ങണമെന്ന്. ഇതെന്താണെന്നറിയോ, ഉത്സല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ ഡിസ്കൗണ്ട് എന്നൊക്കെയാണെന്ന് തോന്നുന്നു. കാരണം പല സ്ഥലത്തും ഉത്സല എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. നിങ്ങളെ ഏതെങ്കിലുമൊക്കെ ഒരു ബ്രാൻഡഡ് വസ്ത്രങ്ങൾ എടുക്കുക, മൾട്ടി ബ്രാൻഡഡ്, അതായത് UK ബ്രാൻഡ്, US ബ്രാൻഡൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ യൂറോപ്യൻ ബ്രാൻഡൊക്കെ ആയിരിക്കും. മിക്ക ബ്രാൻഡുകൾ, ഈ ബ്രാൻഡുകൾ ഏതെടുത്ത് നോക്കിയാലും ഇതൊക്കെ മാനുഫാക്ചർഡ് ഇൻ ഒന്നുകിൽ ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, അല്ലെങ്കിൽ വിയറ്റ്നാം, ചൈന, കംബോഡിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും കാണുക. അതെന്തുകൊണ്ടായിരിക്കും എന്നറിയുമോ? കാരണം നമ്മുടെ നാട്ടിലാണ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിട്ടുള്ളത്. ലേബർ കോസ്റ്റ് ഈ നാട്ടിലൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇവിടെയൊക്കെ മണിക്കൂറിനാണ് ആളുകൾക്ക് പൈസ കൊടുക്കുന്നത്. മണിക്കൂറിന് നമ്മുടെ നാട്ടിലെ 1000, 2000, 3000 ഒക്കെയാണ് മണിക്കൂറിന് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലോ ആ പൈസയ്ക്ക് ഒരു ദിവസം മൊത്തം വർക്ക് ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർക്ക് ചെയ്യുക അല്ലേ. സോ അതുകൊണ്ടാണ് ഈ ബ്രാൻഡുകൾ മിക്കതും ഏഷ്യൻ കൺട്രീസിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഞാനിവിടെ ചുമ്മാ വെറുതെ ഷോപ്പിംഗ് മാളിലൊന്ന് കയറുന്നതായത് കുറേ ദിവസമായില്ലേ. ഷോപ്പിംഗ് മാളിൽ കയറിയിട്ട് നഗരമൊക്കെ കണ്ട് കുറച്ച് ദിവസമായില്ലേ. സോ ഐ വാസ് ആക്ച്വലി എന്താ പറയുക ബോർഡ്. പിന്നെ മഴയായിരുന്നു, ഒന്നും ചെയ്യാനില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഷോപ്പിംഗ് മാളിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകല്ലേ, അടുത്ത രാജ്യത്തേക്ക് പോകല്ലേ. അപ്പോൾ ഇവൻ നമുക്ക് വി ആർ ഗോയിങ് ബാക്ക് ടു മനോജേട്ടൻസ് ഹൗസ്. ഇന്ന് രാത്രി ഞാൻ അവിടെയാണ് കിടക്കുന്നത്. വേറെ പ്രത്യേകിച്ച് വിടുന്നില്ല, ഇന്ന് റെസ്റ്റ് ഡേ ആണ്. വണ്ടി ഓടിച്ച് മടുത്ത്. ഹലോ ഗൈസ്, അങ്ങനെ ഇന്നലെ മനോജേട്ടൻ്റെ വീടിൻ്റെ മുമ്പിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ ഇന്നലെ റൂമിലാണ് കിടന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഈ വണ്ടി റിട്ടേൺ ചെയ്യാൻ വേണ്ടി പോവാണ്. നീ വണ്ടി കൊടുക്കണ്ടേ? നീ വണ്ടി കൊടുത്തിട്ട് നമുക്ക് പോകണ്ടേ, ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണ്ടേ. അപ്പോൾ ഇന്നലെ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. ഇന്നലെ മനോഹരൻ്റെ വീട്ടിൽ നിന്ന് നല്ല സദ്യ. യെസ് മനോഹരട്ടാ, ഓ തൊപ്പി, താങ്ക് യു. ഇവിടെ ലെഫ്റ്റിൽ കുറച്ച് കുട്ടികൾ ഇന്ന് പണിയെടുക്കുന്നുണ്ടോ? ഇവർ ഈ സമ്മർ ജോലിയാണ് ഇവരുടെ. സമ്മർ ജോലി എന്ന് പറയുമ്പോഴത്തേക്കിനും ഈ ഗാർഡനിങ് അങ്ങനത്തെ പല പരിപാടികൾ ഇവർ ചെയ്യുകയാണ് അവിടെ. ദേ ഗെറ്റ് പെയ്ഡ്. നമുക്ക് വണ്ടി കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പ് വണ്ടി ഫുൾ ടാങ്ക് ഡീസൽ അടിക്കണം. അപ്പോൾ അത് അടിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചേ. ഓ അത് ശരി. ഇവിടെ തൊഴിലാളിയില്ല, നമ്മൾ തന്നെ, ആരുമില്ല. ഈ നമ്മൾ ഈ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ പമ്പിലൊന്നും എണ്ണ അടിച്ചു തരാനൊന്നും ആരും ഉണ്ടാവില്ല. നമ്മൾ തന്നെ അടിക്കണം. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ടാപ്പ് ചെയ്യുക, ഓതറൈസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ അടിക്കുക. അടിച്ചു കഴിഞ്ഞാൽ എത്രയാണോ നമ്മൾ അടിച്ചത് അത്രയും പൈസ നമ്മുടെ കാർഡിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. അങ്ങനെയാണ് പരിപാടി. എല്ലായിടത്തും അങ്ങനെയാണത്. യു ഓൺലി പേ ഫോർ വാട്ട് യു പമ്പ്. അതാണ് ഇവിടത്തെയൊക്കെ പമ്പുകളുടെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ റൗണ്ട് അബൌട്ടുകളിൽ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കിനും റൗണ്ട് അബൌട്ടിൽ ഇടത്തുനിന്ന് വരുന്ന വണ്ടികൾക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. നമ്മുടെ നാട്ടിലാകുമ്പോഴത്തേക്കിനും വലതുനിന്ന് വരുന്ന വണ്ടികൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം. റൗണ്ട് അബൌട്ടിലൊരു വണ്ടി കയറി കഴിഞ്ഞാൽ ആ വണ്ടി എക്സിറ്റ് ആവുന്നവരെ മറ്റുള്ള റോഡിലുള്ള ഒരാൾ വണ്ടിയിൽ കയറില്ല. അതൊരു പ്രത്യേക രീതിയാണ്. നമുക്ക് പലർക്കും റൗണ്ട് അബൌട്ട്സ് യൂസ് ചെയ്യാൻ അറിയില്ല. നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മളെ അത് പഠിപ്പിക്കുന്നില്ല. പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോലും നമ്മളെ പഠിപ്പിക്കുന്നില്ലല്ലോ. അതൊക്കെ ഒരു ഡ്രോബാക്കാണ്. ഇങ്ങനെ വണ്ടി കൊണ്ട് റിട്ടേൺ ചെയ്തു. അപ്പോൾ അടിപൊളിയായിരുന്നു. ഇവിടെ പുതിയ ആൾക്കാർ വണ്ടി എടുക്കാൻ വരുന്നു, പഴയ ആൾക്കാർ വണ്ടി തിരിച്ചോട്ട് കൊടുക്കുന്നു. എവരിതിങ് ഈസ് ഫൈൻ. ഇപ്പോൾ ഡ്രൈവർ മാറി. ഇത്രയും നാൾ ഞാനായിരുന്നു ഡ്രൈവർ. ഇപ്പോൾ ഡ്രൈവർ മാറി, വണ്ടിയും മാറി.
എങ്ങോട്ടാ പോണേ? എവിടെയോ ഒരു സ്ഥലം കൂടെ ഉണ്ട്, അതും കൂടെ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. മഴയായിരുന്നു. അറ്റത്തെ സ്ഥലം. അത് ശരി, എന്നാ പിന്നെ കണ്ടിട്ട് പോവാം. നമുക്ക് സമയമുണ്ട്. നമുക്ക് വൈകിട്ട് 5 മണിക്കാണ് ഫ്ലൈറ്റ്. ഐസ്ലാൻഡിൻ്റെ ഏതോ ഒരു എൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ 2-3 ലൈറ്റ് ഹൗസും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെയൊക്കെ കുറേ വണ്ടികളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കടൽ ഭിത്തി എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെയും കടൽ ഭിത്തി പോലത്തെ സംഭവമുണ്ട്. പക്ഷെ ഇതൊക്കെ മറ്റേ വോൾക്കാനിക് കല്ലാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. താഴെയൊക്കെ ആൾക്കാരുണ്ട്. അടിപൊളി. കടൽ ചുറ്റിനും ഉണ്ടെന്നുണ്ടെങ്കിലും നല്ലൊരു ബീച്ചോ അല്ലെങ്കിൽ നല്ലൊരു സംഭവങ്ങളോ അതൊന്നും ഇല്ല അല്ലേ? ആ പരിപാടിയൊന്നും ഇല്ല. ഇവിടെ ബീച്ചൊന്നും നമുക്കങ്ങനെ, അത് തണുപ്പല്ലേ, തണുപ്പത്ത് ആരും ബീച്ചിൽ ഇറങ്ങൂലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നുമില്ല. ബീച്ച് ലൈഫ് ഒന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. എനിക്ക് ഈ വണ്ടിക്ക് ചിലവായത് ഏകദേശം പറഞ്ഞില്ലേ ഒരു 17,000-16,000 രൂപ പെർ ഡേയും പ്ലസ് മൊത്തം റൗണ്ട് ട്രിപ്പ് അടിച്ച് വന്നതിന് ഏകദേശം ഒരു 25,000 രൂപ ഡീസലുമായി. അത്രയാണ് എനിക്ക് വണ്ടിക്ക് വന്ന ചിലവെന്ന് പറയുന്നത്. പിന്നെ പാർക്കിങ് എല്ലാം കൂടെ ഒരു 2 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഈസി ആയിട്ട് പൊട്ടിയല്ല. ഇവിടെ 2-ന് മേലെ പൊട്ടിയെങ്കിലേ ഉള്ളൂ. ഒരു എത്ര ദിവസത്തെ ട്രിപ്പ്, 6 ദിവസത്തെ 7 ദിവസത്തെ ട്രിപ്പ് എന്ന് പറയുമ്പം അത്യാവശ്യം എക്സ്പെൻസീവാണ്. അത്യാവശ്യമല്ല, നല്ല എക്സ്പെൻസീവാണ്. വണ്ടി എടുത്തില്ലായിരുന്നെങ്കിൽ വണ്ടി പ്ലസ് പിന്നെ ഹോട്ടല് എല്ലാം കൂടെ ആയേനെ. വണ്ടി എടുത്തായിരുന്നു ഭയങ്കര ലാഭമായി പോയത്. ഇതൊക്കെ താഴെ എന്തൊക്കെയോ പായലും സംഭവങ്ങളും. വെയിലായിരുന്നെങ്കിൽ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, അല്ലേ? ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. 1897 ഉണ്ടാക്കിയ ഒരു ലൈറ്റ് ഹൗസ് ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ വേറൊരു സ്ഥലത്ത് വന്നാണ്. ഇവിടെ കുറേ ബോട്ടൊക്കെ എടുക്കുന്നുണ്ടല്ലേ. അതൊക്കെ ഈ ഫിഷിങ്ങിനൊക്കെ പോകുന്ന ആളുകളുടെ ബോട്ടാണ്. ഇവിടെ എന്തൊരു സംഭവം ഉണ്ടെന്ന് നോക്കിയിട്ടില്ല. ഇരുണ്ടിരിക്കുകയാണല്ലോ ഫുള്ള്. ഇതെന്ത് സ്റ്റാച്ചുവാ? സ്ത്രീയോ? കോക്കാച്ചി ആയിരിക്കും. കോക്കാച്ചി, ഭൂതം, കോക്കാച്ചി അങ്ങനെല്ലാം ഉണ്ടോ? ഇതൊക്കെ പണ്ട് വോൾക്കാൻ ഒഴുകി വന്ന മറ്റേ ലാവ ഒഴുകി വന്നുണ്ടായ സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ ഈ മലയെല്ലാം. വാവ്, ഇതെന്താ ഒരു കസേര? വെൽക്കം ഇൻ ടു ഗിഗാൻഡാസ് കേവ്. എന്താ സംഭവം? ഗിഗാൻഡാസ് കേവ്. വാവ്, പേടിയാവുന്നല്ലോ. സൗണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പേടിപ്പിക്കാൻ വേണ്ടി. അടിപൊളി. ഇത് കണ്ടോ, ഇതിനകത്ത് അമ്മച്ചി ഉണ്ടാക്കി വെച്ചേക്കാം. നോക്കിയേ, ഉണ്ടോ? അവരാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ആൾക്കാർ പൈസ കിട്ടിയിട്ടുണ്ടല്ലോ അമ്മച്ചിക്ക്. ഇത് കൊള്ളാം. എന്തൊക്കെ പരിപാടി, അത് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടോ? പിള്ളേരൊന്നും മേടിച്ചു. ജിജാൻഡാസ് ന്യൂ ഹോം. പിള്ളേരൊക്കെ മേടിച്ച് കരയുന്നത്. ജിജാൻഡയുടെ 2 ഷൂ ആണിത്. ജിജാൻഡയുടെ ഷൂവുമായിട്ട് ഇവർക്ക് ഒരു ഫെയറി ടെയിൽ പോലത്തെ ഒരു കഥയുണ്ട്. ഇവിടെ കഥ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ഉടുപ്പ്, പിന്നെ അവരുടെ കട്ടിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ട് ഇവർ ബെറി പെക്കിങ്ങിന് പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവരുടെ കഥ വായിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ അത് കാണാമെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അതെ, ഇതിനകത്തോ? ആണോ? അയ്യോ, ഇത് വേറെ സംഭവം കേട്ടോ. എന്തായാലും ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ഐസ്ലാൻഡ് സീരീസ്. ഐസ്ലാൻഡിൻ്റെ വീഡിയോകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് വൈകിട്ട് 5 മണിക്ക് എൻ്റെ വിമാനത്തിന് വേണ്ടി നമ്മൾ എയർപോർട്ടിലേക്ക് പോകും. വൈകിട്ട് 5 മണിക്ക് എൻ്റെ വിമാനം എന്ന് പറയുമ്പോഴത്തേക്കിനും നിങ്ങൾ എടുത്ത് നോക്കിയോ അവിടെ നിന്ന് 5 മണിക്ക് എങ്ങോട്ടാണ് ഫ്ലൈറ്റ് ഉള്ളത്. സോ that's where I'm going to my 79th country tomorrow, and that's gonna be എന്താ പറയുക, a dream of my life എന്നൊക്കെ വേണം പറയാം, അല്ലേ? എല്ലാവരുടെയും ഡ്രീം അല്ലേ അവിടെ പോകണം എന്നുള്ളത്? എല്ലാവരുടെയും ഒരു ഡ്രീമാണ് അവിടെ പോകണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ പോവാണ്. അപ്പോൾ ഐസ്ലാൻഡിൽ വരികയാണെങ്കിൽ എൻജോയ് ചെയ്യുക, തകർക്കുക. ഐസ്ലാൻഡ് മനോഹരമാണ്, സുന്ദരമാണ്. ഞാൻ ഇതുവരെ കണ്ട രാജ്യങ്ങളിൽ വെച്ച് വളരെ വ്യത്യസ്തമായൊരു രാജ്യം. ആകെ 3-4 ലക്ഷം ആൾക്കാർ ജീവിക്കുന്ന ഒരു കുഞ്ഞു രാജ്യം. ദ്വീപാണെങ്കിലും ഒരു ഡിഫറെൻറ്റ് ദ്വീപ്. യൂറോപ്യൻ കൺട്രീസിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒത്തിരി കാഴ്ചകൾ കാണാനുള്ളൊരു രാജ്യം. അത്യാവശ്യം നല്ല കാശ് പൊട്ടുന്നൊരു രാജ്യം. അങ്ങനെ പക്ഷേ നിങ്ങൾ പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി പൈസ സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫുഡ് കുക്ക് ചെയ്ത് കഴിച്ചാൽ സേവ് ചെയ്യാം. പിന്നെ വണ്ടി എടുത്ത് ട്രാവൽ ചെയ്താൽ സേവ് ചെയ്യാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ see you guys tomorrow. Bye.